ഓഗസ്റ്റ് 28, 21 ആഴ്ചയിലെ വെള്ളിയാഴ്ച. മത്തായി 25, 1 മുതൽ 13 വരെ വാക്യങ്ങൾ. യേശുവിൻ്റെ കാലത്ത് വിവാഹം ഒരു പ്രധാന സമൂഹ പരിപാടിയായിരുന്നു. ആഘോഷങ്ങൾ ദിവസങ്ങളോളം നീണ്ടുനിന്നു. വധുവിൻ്റെ വീട്ടിൽ വരൻ വരുന്നതാണ് ഒരു പ്രധാന സംഭവം. അവിടെ ഒരു കൂട്ടം വധുവിൻ്റെ തോഴിമാർ അദ്ദേഹത്തെ വലിയ സന്തോഷത്തോടെയും ചടങ്ങുകളിലൂടെയും സ്വീകരിക്കും. ചിലപ്പോൾ വരന്മാർ അവരുടെ വരവ് വൈകിപ്പിച്ച് ചിലർ അർദ്ധരാത്രി വരെ കാത്തിരിക്കും. സുന്ദരികളായ വധുവിൻ്റെ തോഴിമാരെ അവർ നനച്ചിരിക്കാത്ത നേരത്ത് പിടികൂടുക എന്നതായിരുന്നു അവരുടെ തമാശ ലക്ഷ്യം. കാലാവസാനത്തിൽ തൻ്റെ വരവിനെക്കുറിച്ച് ആളുകളെ പഠിപ്പിക്കാൻ യേശു ഈ ചിത്രം ഉപയോഗിച്ചു. ഇത് പലരെയും അറിയാതെ പിടികൂടും. തൽഫലമായി അവർ യേശുവിനോടൊപ്പം നിത്യവിരുന്നിൽ പ്രവേശിക്കാൻ തയ്യാറാകില്ല. 10 കന്യകമാരുടെ ഉപമ പ്രധാനമായും നമ്മുടെ സൃഷ്ടാവിനെ കാണാനുള്ള സന്നദ്ധതയുടെ സന്ദേശമാണ് പറയുന്നത്. ആർക്കും ആ സമയമോ ദിവസമോ അറിയില്ല. അതുകൊണ്ടാണ് വർത്തമാന നിമിഷം വളരെ നിർണായകമായത്. നമുക്കുള്ളത് അതാണ്. ഒരു പാട്ടിൻ്റെ വാക്കുകളിൽ, ഇന്നലെ കഴിഞ്ഞുപോയി, നാളെ ഒരിക്കലും നമ്മുടേതാകില്ല. അതിനാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരുങ്ങി ചെലവഴിക്കണം. അതിനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു ഇൻവെന്ററി ഉണ്ടാക്കാം. നമ്മൾ വിശുദ്ധിയുടെ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? നമ്മുടെ കൈവശം വിശ്വാസത്തിൻ്റെ എണ്ണയും പ്രത്യാശയുടെ വിളക്കും സ്നേഹത്തിൻ്റെ പാത്രവും ഉണ്ടോ? നമ്മുടെ വസ്ത്രത്തിൽ പാപം കലർന്നിട്ടുണ്ടെങ്കിൽ അത് മാനസാന്തരവും ക്ഷമയും കൊണ്ട് കഴുകാൻ ഇനിയും സമയമുണ്ട്. നമ്മുടെ എണ്ണ ഏറ്റവും കുറഞ്ഞ അളവിലാണെങ്കിൽ നമുക്കത് പ്രാർത്ഥനയാൽ വർദ്ധിപ്പിക്കാം. നമ്മുടെ വിളക്ക് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രചോദനാത്മകമായ വചനം കൊണ്ട് അത് പരിഹരിക്കുക. നമ്മുടെ പാത്രം ശൂന്യമാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അത് നിറയ്ക്കാൻ അനുവദിക്കുക. ജ്ഞാനിയാകാൻ തീരുമാനിക്കുക. ഏതു സമയത്തും തയ്യാറായിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ ഹിപ്പോയിലെ വിശുദ്ധ അഗസ്റ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. സഭയുടെ ബിഷപ്പും ഡോക്ടറുമാണ് അദ്ദേഹം. നിരവധി പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും രചിച്ച അദ്ദേഹം സഭയിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. ചെറുപ്പത്തിൽ സത്യാന്വേഷണം മൂലം അദ്ദേഹം മാനിക്കേയിസത്തെ അഭിമുഖീകരിക്കുകയും ആ മതത്തിൻ്റെ പഠിപ്പിക്കലുകൾ പിന്തുടരാൻ തുടങ്ങുകയും ചെയ്തു. 30 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തെ ബൈബിളിലേക്ക് പരിചയപ്പെടുത്തിയ ബിഷപ്പ് അംബ്രോസുമായുള്ളൊരു കൂടിക്കാഴ്ച കത്തോലിക്ക സഭയിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കാൻ സഹായിച്ചു. പിന്നീട് അദ്ദേഹം ഒരു പുരോഹിതനും പിന്നെ ബിഷപ്പുമായി. അമ്മ മോനിക്കയുടെ നിരന്തരവുമായ പ്രാർത്ഥന അദ്ദേഹത്തെ കത്തോലിക്ക സഭയിലേക്ക് തിരികെ വരാനും മുൻകാല അധാർമിക ജീവിതം ഉപേക്ഷിക്കാനും വളരെയധികം സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായൊരു ഉദ്ധരണി ഇതാണ്: കർത്താവേ, നീ ഞങ്ങളെ നിനക്കായി സൃഷ്ടിച്ചു. നിന്നിൽ വിശ്രമിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാണ്. എല്ലാവർക്കും വിശുദ്ധ അഗസ്റ്റിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.